ഇസഹാക്ക് വരണ്ട നിലത്ത് വിതച്ചത് 100 പേര് കൊയ്തെടുത്തതുപോലെ വരണ്ട അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവസഭയായവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുന്നവർ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നാളെ കർത്താവ് യാത്രയാകുമല്ലോ. നിന്റെ സാന്നിധ്യത്തിലെ കുഞ്ഞിനെ നിറയ്ക്കണമേ. ആരും സഹായിക്കാൻ കരുതുവാൻ ഇവിടെ ഇല്ല. ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. ദൈവത്തിന്റെ കരുണ ആവശ്യമാണ്. അനേക തലമുറകളെ പിശാച് വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുഞ്ഞിനെ ദൈവങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവശക്തിയാൽ നിറയുവാൻ ഈ തലമുറയിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ പുരുഷന്മാർ മാത്രം ആരാധനയ്ക്ക് പുറപ്പെടട്ടെ. ഹല്ലേലൂയ. കുടുംബം അവിടെ നിൽക്കട്ടെന്ന് പറയുന്ന ഫറവോന്റെ വ്യാപാര ശക്തികളുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെടുവാൻ യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങളുടെ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബമോ ഞങ്ങളുടെ യഹോവയെ സേവിക്കും. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച സഭയായി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. താൻ പ്രസ്താവിച്ചതുപോലെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് 2025 പുറപ്പെടൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. കഠിനക്കാരന്റെ മേലും കുറുമ്പടി മേലും രക്തം പുരട്ടിയതിനാൽ സംഹാരമുള്ള അതിനെ ബാധിക്കാതെ പുറപ്പെട്ടു വന്നതുപോലെ ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തിയിൽ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റ ഹല്ലേലൂയ. ഫറവോന്റെ ആദ്യജാതൻ മുതൽ അവന്റെ ദാസന്മാരുടെ ആദ്യജാതന്മാരുടെ കടിഞ്ഞൂലുകളെ സംഹരിച്ചുകൊണ്ട് ഒരു പുറപ്പാട് കൊള്ള പങ്കിട്ടുകൊണ്ടൊരു പുറപ്പാട് ഇസ്രായേലിനകത്തുണ്ടെങ്കിൽ ഈ 2025 ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കുടുംബം ഹല്ലേലൂയ ദൈവത്താൽ പുറപ്പെടുവാൻ കൊള്ള പങ്കിട്ടവരെ പോലെ തലമുറകളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം കുടുംബത്തെ കുഞ്ഞിനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയോടുള്ള കൂട്ടായ്മ തന്റെ മകൻ ഒരു അനുഗ്രഹമായി മാറട്ടെ. പുതുവഴികൾ യേശുവിന്റെ നാമത്തിൽ തന്റെ ദാസനായി തുറന്നു വരട്ടെ. ചങ്ങലകൾ വഴിമാറട്ടെ. കാറ്റുകൾ വെളിപ്പെടട്ടെ. ഉണങ്ങിയ നിലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. ഇടനാമം മാത്രം മഹത്വപ്പെടുകണം. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷമുപകരങ്ങൾ ഉയർത്തി സ്തുതിച്ചാട്ടെ. എല്ലാവർക്കുമായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാവശ്യങ്ങൾ നമ്മുടെ ഇപ്പോൾ മാത്രം പ്രാർത്ഥിച്ചു വിടാതെ നമ്മുടെ ഓർമ്മയിൽ വയ്ക്കുക. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കുടുംബമായിട്ടുള്ള പ്രാർത്ഥനകളിൽ ദൈവസഭയെ വഹിച്ചുകൊണ്ട് കുടുംബങ്ങളെ വഹിച്ചുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നേരുന്ന പ്രയാസപ്പെടുന്നവരെ വഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക. കർത്താവേ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷത്തിൽ പുതിയ അധികാരത്തോടെ അഭിഷേകത്തോടെ ആയിരിക്കാൻ നാം കേട്ടതുപോലെ നഫ്താലിയെ പോലെ പോരാടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ എപ്പഫ്രാസിനെ പോലെ പോരാടുന്നവരായിരിക്കാൻ കർത്താവേ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് ചിന്തകളുടെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ കർത്താവിനെ ആരാധിച്ച് മടങ്ങുവാൻ ദൈവത്തിൽ ശ്രമപ്പെടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം വായിക്കാനുള്ള കാർഡ് കിട്ടിയെന്ന് ചിന്തിക്കുന്നു. എല്ലാവർക്കും കിട്ടിയല്ലോ. വായിച്ചു തുടങ്ങിയവർ എത്ര പേരുണ്ട്?
കുറച്ച് പേരുണ്ട്. സ്തോത്രം. എല്ലാവർക്കും ആ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനത്തിന്റെ പ്രാധാന്യത്തെ ഓർത്തുകൊണ്ടാണല്ലോ ഇപ്പോൾ ക്ലാസ്സിലെ കാർഡ് വന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവവചനത്തെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. വചനം ജഡമായി തീർന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് മടങ്ങുവാനായി ദൈവം ശ്രമപ്പെടുന്നു. ഏകദേശം 1600 വർഷങ്ങൾ കൊണ്ടാണ് ഈ ബൈബിൾ എഴുതപ്പെട്ടത്. 1600 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിൾ രചിക്കപ്പെട്ടത്. എബ്രായ, ആരാമ്യ, ഗ്രീക്ക് ഭാഷകളിലാണ് ബൈബിൾ എഴുതപ്പെട്ടിട്ടുള്ളത്. 40-ലധികം അഭിഷിക്തന്മാർ പല സ്ഥലങ്ങളിലിരുന്ന് പല ഇടങ്ങളിലിരുന്ന് എഴുത്തുകൾ എഴുതിയെങ്കിലും രേഖകൾ എഴുതിയെങ്കിലും അതെല്ലാം പരിശുദ്ധാത്മാവ് കൂട്ടിയിണക്കി ഒരേ രീതിയിൽ കൊണ്ടുവരികയും ഒരേ ആത്മാവിൽ എഴുതുവാൻ അവരെ കർത്താവ് കൃപ നൽകുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനവധി വ്യക്തികൾ ഈ ദൈവവചനം എഴുതിയിട്ടുണ്ട്, വേദപുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ പ്രവാചകന്മാരുണ്ട്, അല്ലെ? യെശയ്യാവ്, ഇരമ്യാവ്, പ്രവാചകന്മാരുടെ വലിയ കൂട്ടം അതിനകത്തുണ്ട്. രാജാക്കന്മാർ അതിനകത്തുണ്ട്. ദാവീദ്, ശലോമോൻ എന്നീ രാജാക്കന്മാർ ദൈവവചനത്തിന്റെ എഴുത്തിന്റെ ഭാഗമായിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. ചുങ്കക്കാരനായ ഒരു മനുഷ്യനുണ്ട്. ആരാ പറയാമോ നിങ്ങൾ? ചുങ്കക്കാരനായ ഒരു മനുഷ്യൻ ബൈബിൾ എഴുതിയതിനകത്ത്. ചുങ്കക്കാരൻ, ടാക്സ് കളക്ടർ. ആരാ? മത്തായി ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. ഒരു ഡോക്ടർ ഉണ്ട് ദൈവം എഴുതിയതിനകത്ത്. ആരാ? ലൂക്കോസ്, അല്ലേ? അപ്പോൾ ഇവരെല്ലാം പല ഫീൽഡിലുള്ളവർ എഴുതിയ ദൈവത്തിന്റെ വചനം അവർ എഴുതിയതെല്ലാം പരിശുദ്ധാത്മാവിലായിരുന്നു. അവരുടെ സ്വന്തം അഭിപ്രായങ്ങളോ ചിന്തകളോ ആയിരുന്നില്ല. അവരെല്ലാം ആത്മാവിൽ നിറഞ്ഞ് എഴുതിയത് കൊണ്ട് ദൈവം തന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഇച്ഛകളെ, നിയോഗങ്ങളെ, കൽപ്പനകളെ ഒക്കെ അവരുടെ തൂലികയിൽ ചാലിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മുടെ കരത്തിലിരിക്കുന്ന പ്രിന്റഡ് ബൈബിൾ, അതുപോലെ ഇപ്പോൾ അല്ലേ മൊബൈലും ടാബിലും ഒക്കെ ബൈബിൾ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ പണ്ട് കാലത്ത് ഇതിൽ എഴുതിയിരുന്ന കൽപ്പനകളിലായിരുന്നു. മരത്തിന്റെ തൊലിയിൽ എഴുതാറുണ്ട്. നമ്മുടെ ഈ ആടിന്റെ തൊലിയിൽ എഴുതാറുണ്ട്, മൃഗങ്ങളുടെ തൊലിയിൽ എഴുതാറുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് മറ്റ് മാധ്യമങ്ങളില്ലാത്തത് കൊണ്ട് ഇതൊക്കെ അവർ പ്രയോജനപ്പെടുത്തിയിരുന്ന് കാണുക. ഈ എഴുതിയ ലേഖനങ്ങളൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് ഒരുക്കി നമുക്ക് ഇന്ന് നമ്മുടെ കരങ്ങളിൽ കൊണ്ട് നടക്കുന്ന രീതിയിൽ ദൈവവചനത്തിന് മാത്രം കോട്ടം സംഭവിക്കാതെ അനേക പുസ്തകങ്ങൾ വന്നു പോയെങ്കിലും ദൈവവചനം പരന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ പുസ്തകത്തിന് ഒരു മാറ്റവുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ പ്രിന്റ് ചെയ്യുന്ന പുസ്തകം ഇപ്പോഴും ദൈവവചനം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ ഇച്ഛകൾ, ദൈവത്തിന്റെ നിയോഗങ്ങൾ അഭിഷിക്തന്മാരിൽ കൂടി എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കത്തോലിക്കാരുടെ പുസ്തകം നമ്മുടെ വചനത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് കാര്യങ്ങൾ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തോടൊന്നും കൂട്ടരുത് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4:2 നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ഈ വചനത്തോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ മനുഷ്യൻ അനുവാദം കൊടുത്തിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിലും അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്നവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ ആരെങ്കിലും അതിനോട് കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. പുസ്തകത്തോട് ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്ന, കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവജന ആലോചനകളോട് ചേർത്ത് കൂട്ടുവാൻ അനുവാദമില്ല. കൂട്ടുന്നവർക്ക് ഈ ബാധകളെ അവൻ വരുത്തും. 2, ഈ പ്രവചന പുസ്തകത്തിലെ ഈ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം നീക്കിക്കളയും. ആരെങ്കിലും നീക്കിക്കളഞ്ഞാൽ എന്ത് സംഭവിക്കും? അവന് ജീവവൃക്ഷം ലഭിക്കത്തില്ല, വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പോർഷൻ, ദൈവം തരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് അവൻ അകന്നു പോകും. മാത്രമല്ല വചനത്തിൽ നിന്ന് നീക്കുവാനായിട്ടുള്ള പെർമിഷൻ ദൈവം തന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ദൈവത്തിൽ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. പ്ലൂട്ടോയിൽ മനുഷ്യന് വസിക്കാൻ പറ്റുമോ?
ദൈവം അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല. നാം താമസിക്കുന്ന ഈ ഗാലക്സി, കോടാനുകോടി ഗാലക്സികളുണ്ട്. ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോഴും കണ്ടുപിടിക്കുവാൻ കഴിയാതിരിക്കുന്ന ഗാലക്സികളുണ്ട്. അതിൽ ഒരു ഗാലക്സിയിലാണ് നാം ആയിരിക്കുന്നത്. എത്ര ഗാലക്സികളുണ്ട്, ആ ഗാലക്സികൾ എന്തെല്ലാം ഉണ്ട് എന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ദൈവവചനം അത് വെളിപ്പെടുത്തുന്നില്ല. നക്ഷത്രങ്ങളിൽ ദൈവത്തെ കുറിച്ച് പഠിക്കുന്ന നക്ഷത്രങ്ങളിൽ സ്വഗതികളിൽ പൊരുതുന്ന ദൈവം, നക്ഷത്രങ്ങളിൽ ദൂതന്മാർ താമസിക്കുന്നു. ശാസ്ത്രന്മാർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, അല്ലേ? എത്ര നക്ഷത്രങ്ങളുണ്ട്, നക്ഷത്രങ്ങളുടെ ഗണം എത്രയാണ്? പലതും ഇപ്പോഴും ദൈവം മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 29:28 പറഞ്ഞിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ. ചില കാര്യങ്ങൾ ദൈവം നമ്മെ അറിയിക്കാതിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ശൂന്യകാരത്തിയുടെ മകൻ മരിച്ചത് എലീശ പോലും അറിഞ്ഞില്ല. എലീശ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴാണ് എലീശ അറിയുന്നത്. ദൈവം അതെന്നെ എനിക്ക് മറച്ചു വെച്ചിരുന്നെന്നാണ് എലീശ പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വെളിപ്പെട്ട് കിട്ടണമെന്നില്ല. ദൈവം വെളിപ്പെടുത്താത്ത കാര്യങ്ങളുമുണ്ട്. ഉൽപ്പത്തിയിൽ ഭൂമിയുടെ ആരംഭത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്, എന്നാൽ എല്ലാം ദൈവം വെളിപ്പെടുത്തുന്നില്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്, എന്നാൽ എല്ലാം ദൈവം വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ മോശയിൽ കൂടെയാണല്ലോ എഴുതപ്പെടുന്നത്. അപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ ചില ആലോചനകൾ മാത്രമാണ് ദൈവത്തിൽ ഉള്ളത്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 29:28 പറഞ്ഞത്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ്. വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാണ്. അപ്പൊ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. വെളിപ്പെടുത്താത്ത അനവധി കാര്യങ്ങളുണ്ട് ഈ ലോകത്തിൽ. വചനത്തിൽ കൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരാത്ത നിരവധി മറയ്ക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എലോൺ മസ്ക് ആണെന്ന് എനിക്ക് തോന്നലേ ചൊവ്വയിൽ ആൾക്കാരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞത് 1 വേ ട്രിപ്പ് മാത്രമേ ഉള്ളൂ, വരുന്നവർക്കൊന്നും തിരിച്ചു വരാൻ പറ്റത്തില്ല. 1 വേ ട്രിപ്പിന് താല്പര്യമുള്ളവർ വരാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തു 1 വേ ട്രിപ്പ്. അതായത് തിരിച്ചു വരാൻ താല്പര്യമില്ല, അവിടെ പോയി മരിക്കുമോ എന്നറിയത്തില്ല, ജീവിക്കുമോ എന്നറിയത്തില്ല, പക്ഷേ ചൊവ്വയിൽ പോകാൻ താല്പര്യമായതുകൊണ്ട് 1 വേ ട്രിപ്പ് അവര് മാർസ് അല്ല ചൊവ്വയിൽ പോകാൻ താല്പര്യമായതുകൊണ്ട് അവർ ചോദിക്കുന്നോണ്ട് ഞാൻ പറഞ്ഞത്, ചൊവ്വയിൽ പോകാൻ താല്പര്യം 1 വേ ട്രിപ്പിൽ രജിസ്റ്റർ ചെയ്തോണ്ട്. ഇപ്പൊ എലോൺ മസ്ക് പറയുന്നത് 2 വേ ട്രിപ്പ് ഉണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ AI അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും മറയ്ക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അല്ലേ? മനുഷ്യന് പിടികിട്ടാത്ത എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ കിടക്കുകയാണ്. എന്നാൽ ദൈവം പറയാണ്, എല്ലാം ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ മറയ്ക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കുമുള്ളവ നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച്, തൃത്വത്തിൽ ഒരുവനായ ദൈവത്തെ കുറിച്ച്, സ്വന്തം പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന് ശേഷം ഹല്ലേലൂയ ഇവിടെ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ഈ പുനരുദ്ധ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആലോചനകൾ, അതുകൊണ്ട് ദൈവജനം എന്ത് ചെയ്യണമെന്നുള്ള ചിന്തകൾ, അല്ലേ? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്രോസിനോട് ആ ജനം ചോദിക്കുന്നുണ്ട്. യഹൂദന്മാർ ഉൾപ്പെടുന്ന കൂട്ടം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പറയുന്ന മെസ്സേജ് ഒക്കെ ഇഷ്ടപ്പെടും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ലഭിക്കും. അപ്പൊ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ മരണസമയം വരെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, അനുസരിക്കേണ്ട ദൈവദിന ഭാഗങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവം പറഞ്ഞ് ഇത്രയും മതി, കൂടുതൽ വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരു ആദ്യം ദൈവത്തെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. പക്ഷെ ഞാൻ തന്നതിനകത്ത് നിന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ, തന്ന ന്യായപ്രമാണത്തിനകത്ത് നിന്ന് നിന്ദിക്കും നിന്റെ തലമുറകൾക്കും വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ, ഹല്ലേലൂയ, അതൊരു അനുഗ്രഹമാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളവയാകുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ദൈവവചനത്തെ പഴയ നിയമത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ, നമ്മൾക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, കാലഘട്ടത്തിൽ ദൈവജനത്തെ ഒരു സമ്പ്രദായമായി അവരുടെ സമ്പ്രദായം കൊണ്ട് ദൈവജനത്തെ കൽപ്പനകളെ മറയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കർത്താവ് ശാസിക്കുന്നത് മർക്കോസ് വിശേഷം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവന്റെ അടുക്കൽ വന്നു കൂടി. അവന്റെ ശിഷ്യന്മാർ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട്
ഭക്ഷണം കഴിക്കുന്നു എന്ന് അവർ കണ്ടു. ഞാൻ ചിന്തിക്കും, നമ്മുടെ ഇടമീറ്റിങ്ങുകളൊക്കെ വീടുകളിലൊക്കെ മീറ്റിംഗ് വെക്കുമ്പോൾ കൈ കഴുകുന്ന എല്ലാവരും ഒന്ന് കരമുയർത്തി കൈ കഴുകുന്ന എല്ലാവരും കൈ കഴുകിയിട്ടേ ഞാൻ ബിരിയാണി കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നവരുന്ന് കൈ ഉയർത്തിക്കും. യു ആരില്ലേ? അപ്പൊ കഴുകാതെ, അപ്പൊ നമ്മൾ പറയുന്നത് ശുദ്ധിയുള്ളവരാണ് അല്ലേ, നമ്മൾ കുളിച്ചവര് ശുദ്ധിയുള്ളവരാണ്. അപ്പൊ കൈ കഴുകാതെ നമ്മളെ ആ ശിഷ്യന്മാരുടെ അല്ലേ ആ പാരമ്പര്യമായിരിക്കും നമുക്കും അല്ലേ. നമ്മൾ ലാസ്റ്റ് കൈ കഴുകും അല്ലേ, ചെറിയ സോപ്പൊക്കെ ഇട്ട് വേണം കൈ കഴുകും. പക്ഷെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകാറില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പരീശന്മാർ നോക്കുമ്പോൾ ശിഷ്യന്മാര് കൈ കഴുകുന്നില്ല. അപ്പൊ അവർ നോക്കുമ്പോൾ വലിയ കുറ്റമായിട്ട് അവർക്ക് തോന്നി. കാരണം യഹൂദ സമ്പ്രദായം അനുസരിച്ച് മാർക്കറ്റിൽ പോയിട്ട് വരുന്ന താഴെ ഭാഗത്ത് ചന്തയിൽ പോയിട്ട് വരുന്നവര്, പിന്നെ അവർ യൂസ് ചെയ്യുന്ന പാത്രങ്ങളും ഒക്കെ അവർ ശുദ്ധിയുള്ളതായി അവർ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്ര വിശുദ്ധമായി അവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരാണ് അവർ. അപ്പോൾ അവരെ ശ്രദ്ധിച്ചപ്പോൾ ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ കഴിയുന്നു. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു ഉത്തരം പറഞ്ഞത് എന്താണ് ശ്രദ്ധിച്ചേ? കപടഭക്തിക്കാരായ നിങ്ങളെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയമെങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകൾക്ക് ചില പ്രാധാന്യങ്ങൾ കൊടുത്ത്, എന്നാൽ ഹൃദയാന്തര ഭാഗത്ത് ദൈവവുമായി ബന്ധമില്ലാതെ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ കാണിച്ച് ഹൃദയത്തിൽ ദൈവവുമായി കണക്ഷൻ ഇല്ലാത്ത ഒരു ജനമാണ് നിങ്ങളെന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കർത്താവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മളും അങ്ങനെ ആയി പോകാൻ സാധ്യതയുണ്ട്. സഭായോഗത്തിൽ വരുമ്പോൾ അല്ലെ, അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. എന്താ ഹൃദയം എവിടെ? ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും അല്ലെ. ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്ന് അധരം കൊണ്ട് ബഹുമാനിക്കുമ്പോൾ നിങ്ങൾ അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു, ഹൃദയം ദൂരം തകർന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. താഴോട്ട് നിങ്ങൾ മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സമ്പ്രദായത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ട് ദൈവകൽപ്പന പ്രമാണിക്കുന്നതിൽ നിന്ന് നിങ്ങൾ അകന്നു പോവുകയാണ്. എന്തൊക്കെ സമ്പ്രദായങ്ങളുണ്ടോ? സമ്മതിക്കത്തില്ല അല്ലേ? എന്തൊക്കെ സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ സമ്പ്രദായങ്ങൾ കൊണ്ട്, നമ്മുടെ പാരമ്പര്യങ്ങൾ കൊണ്ട് ദൈവ കൽപ്പന അനുസരിക്കാതിരിക്കാനിടയാകരുത്. പിന്നെ അവരോട് പറയുന്നത്, നിങ്ങളുടെ സമ്പ്രദായം നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാനും വഴിപാടെന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആദ്യത്തെ കൽപ്പന നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക അല്ലെ. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പനയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കാതെ യഹൂദന്മാർ എന്ത് ചെയ്യുന്ന അറിയാമോ? വഴിപാടെന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം യഹൂദന്മാർ അവർ ഈ കൽപ്പന മറയ്ക്കാൻ വേണ്ടി, അതായത് ഇവരുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നു കഴിയുമ്പോൾ, അവരുടെ സമ്പത്തൊക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ നോർമലി ചെയ്യുന്ന എന്താ? അപ്പനെ അമ്മയെ സ്നേഹിച്ച് അവർക്കുള്ളതെല്ലാം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച്, പിള്ളേർ വളർന്നു കഴിയുമ്പോൾ എന്താ ചെയ്യണം? നിങ്ങൾ പറ. പിള്ളേർ വളർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അപ്പനെ അമ്മയെ നോക്കൂ, അപ്പനെ അമ്മയെ നോക്കണം, ശ്രദ്ധിക്കണം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ സഹായിക്കണം. ഇന്ന് വേറെ രീതിയിൽ അതുകൊണ്ട് പോകുന്ന സന്തോഷമില്ല നിങ്ങൾക്ക്. അപ്പൊ അപ്പനെ അമ്മയെ സ്നേഹിക്കുക, കരുതുക. ഇപ്പൊ യഹൂദന്മാർക്ക് അപ്പനെ അമ്മയെ ബഹുമാനിക്കണം എന്നുള്ള ഈ കൽപ്പന ഉള്ളത് കൊണ്ട് ഈ കൽപ്പന തെറ്റിക്കാനും പാടില്ല. എന്നാൽ അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല. അതിന് വഴിപാട് എന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഖുർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ, അവരുടെ നന്മകളെല്ലാം കൊണ്ടുവന്നിട്ട് ദേവാലയത്തിന് കൊടുക്കും. എന്നിട്ട് പറയാം, ഞങ്ങളെല്ലാം ദേവാലയത്തിൽ സമർപ്പിച്ചു. അപ്പനെ അമ്മയെ നോക്കേണ്ട കാശ, അപ്പനെ അമ്മയെ സഹായിക്കേണ്ട സ്ഥലത്ത് അവരെ സംരക്ഷിക്കേണ്ട പണം എന്ത് ചെയ്യും? ദേവാലയത്തിൽ കൊണ്ട് കൊടുത്തിട്ട് പറയും, ദേവാലയത്തിൽ ഞങ്ങളെല്ലാം സമർപ്പിച്ചു. ഖുർബാൻ, ഞങ്ങൾ ഖുർബാൻ എന്ന് പറയും. അപ്പോൾ എന്താ? കൽപ്പന, ബഹുമാനിക്കുന്ന കൽപ്പന അവിടെ വന്നു. പക്ഷേ അവരെക്കാൾ വലിയ ഞങ്ങൾ ദേവാലയത്തെ സംരക്ഷിക്കുന്ന, ദേവാലയത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അപ്പനെയും അമ്മയും ബഹുമാനിക്കേണ്ട, സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിന്ന് ദേവാലയത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ട് ദേവാലയത്തിനാണ്
കൊടുത്തിട്ട് ഇവരെ കാര്യമാക്കാതിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് തന്റെ അപ്പനോ അമ്മയ്ക്കോ മേലാലൊന്നും ചെയ്യുവാൻ അവർ സമ്മതിക്കുന്നുമില്ല. അപ്പൊ ദൈവകൽപ്പനകളെ അവരുടെ സമ്പ്രദായം കൊണ്ട് മറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇങ്ങനെ ആകരുത് എന്ന് അവരോട് കർത്താവ് പറഞ്ഞു. നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്തിൽ ദൈവകൽപ്പന ദുർബലമാക്കും. നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു പാട്ട് പാടിയാൽ, ഒന്ന് ആരാധിച്ചാൽ, ഒന്ന് പ്രസംഗിച്ചാൽ, ഒന്ന് ശുശ്രൂഷിച്ചാൽ, എന്ത് ചെയ്താലും അധരം കൊണ്ടല്ല ഹൃദയം കൊണ്ട് ദൈവത്തോടൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഹൃദയം കൊണ്ട് ദൈവത്തോടൊരു കണക്ഷൻ ഇല്ലെങ്കിൽ അതൊരു സമ്പ്രദായമായി മാറുകയാണ്. അതുകൊണ്ടാണ് കപടഭക്തിക്കാരായ പരീശന്മാരോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ചില സമ്പ്രദായങ്ങളിൽ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ ചില പാരമ്പര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. ഈ പാരമ്പര്യങ്ങളിലല്ല ദൈവകൽപ്പന, ദൈവവചനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ സുവിശേഷത്തിലേക്ക് വരാം. 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റ് അനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ല മറ്റ് അനേക അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ചുരുക്കം ചില അത്ഭുതങ്ങൾ തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് യോഹന്നാൻ പറയാണ്, ഈ പുസ്തകത്തിൽ എഴുതാൻ കഴിയാത്ത നിരവധി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വിശ്വസിക്കുന്നവരെ ഈ അത്ഭുതങ്ങൾ മതിയാകും. ഒരു 10 അത്ഭുതം കൂടെ യോഹന്നാൻ എഴുതിയിരുന്നെങ്കിൽ ഞാൻ കർത്താവിൽ വിശ്വസിക്കാമെന്ന് ജനം ചിന്തിക്കരുത്. അവൻ എഴുതപ്പെട്ട അത്ഭുതങ്ങൾ കാത്തു നിന്ന് അവൻ സർവശക്തനായ ദൈവമാണെന്നും അവന് വിശ്വസിക്കുന്നതിന്റെ മഹത്വം എന്താണെന്നും അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും നിങ്ങൾക്ക് ഇത് എഴുതിയിരിക്കുന്നു. അപ്പൊ എഴുതപ്പെട്ട അതുകൊണ്ട് കർത്താവ് എല്ലാം വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത്. അനേക അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. എഴുതപ്പെടാത്ത അനേക അത്ഭുതങ്ങൾ ലൂക്കോസ് പറയുന്നുണ്ട്, ഇനിയും എഴുതപ്പെടേണ്ടതായിട്ടുള്ള അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും വിവരിപ്പാൻ സ്ഥലം പോരാതെ വരുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അനേക അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്. ആ അനേക അത്ഭുതങ്ങൾ എല്ലാം ദൈവം വെളിപ്പെടുത്താതെ ചിലത് നമ്മൾ വെളിപ്പെടുത്തിയിട്ട് കർത്താവ് പറയുകയാണ്, ഇതിൽ നിനക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? നീ ഇതിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ ലഭിക്കാൻ ഇടയായിട്ട്. അപ്പൊ എഴുതപ്പെട്ട ദൈവം വെളിപ്പെടുത്തിയ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കാനുള്ള മനസ്സ്, ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഈ വചനം മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ തിരുവഴുത്തിലെ പ്രവചനത്തെ കുറിച്ച് പറയുന്നത്. തിരുവഴുത്തിലെ പ്രവചനം സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. അല്ലെ, ഇത് 40-ലധികം അഭിഷിക്തന്മാർ വ്യത്യസ്ത ദേശങ്ങളിൽ, ചുങ്കക്കാരായിട്ടുള്ള ആൾക്കാർ, അല്ലെ, കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ ടാക്സ് കളക്ടേഴ്സ് ഉള്ള ആൾക്കാർ, വ്യത്യസ്ത ഇടങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്ന് എഴുതപ്പെട്ട തിരുവചനം ദൈവത്തിന്റെ പറയുന്നത് സ്വയമായി വ്യാഖ്യാനത്താൽ ആരെങ്കിലും മാനുഷികമായ ചിന്തകളാൽ ഉളവായതല്ല. പ്രൈസ് ദി ലോർഡ്. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. പിന്നെ ദൈവകൽപ്പനയാൽ മനുഷ്യ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. പരിശുദ്ധാത്മാവിന്റെ പിന്നിലുണ്ടായിരുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്ത ഇടങ്ങളിൽ എഴുതുന്ന അഭിഷക്തന്മാരാൽ എഴുതപ്പെട്ടെങ്കിലും അതിന്റെ പിന്നിൽ വ്യാപരിച്ച കരം പരിശുദ്ധാത്മാവിന്റെ നിയോഗമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം ഉണ്ടായിരിക്കണം. നമ്മുടെ ആരാധനകളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം ഉണ്ടായിരിക്കണം. നമ്മുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം ഉണ്ടായിരിക്കണം. തിരുവചനം എഴുതപ്പെട്ടതുപോലെ മാനുഷികമായ വ്യാഖ്യാനങ്ങളാലല്ല, മാനുഷികമായ ചിന്തകളാലല്ല, പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്നെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ ഈ പ്രവചന പുസ്തകം അത് വലിയ ചുരുളുകളാണ്.
അടുത്ത ദിവസം വായിക്കേണ്ട ഈ യെശയ്യാ പ്രവാചക പുസ്തകം തലേ ദിവസമേ കൊണ്ടുവന്ന് ചുരുളുകളായി നിവർത്തി വെച്ച് അധ്യായം എടുത്തു വെച്ച് അങ്ങനെയൊക്കെയാണ് അവർ ക്രമീകരിക്കുന്നത്. രണ്ടുപേർ ചേർന്ന് പിടിച്ചാൽ കൊണ്ടുവരാവുന്ന വലിയ ചുരുളുകളിലാണ് പ്രവചന പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ യേശു കടന്നു ചെല്ലുന്ന യേശു അതിന് മുമ്പ് അവിടെ ശുശ്രൂഷിച്ചിരുന്ന അതിന് മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുന്നവർക്കാണ് പതിവ് പോലെ അവൻ സഭയിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുക്കുന്നു. 18-ാമത്തെ വാക്യം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്താൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതരെ വിടുവിച്ചയക്കുന്നു. കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്ന എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു എന്ന് എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തു. അവൻ എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു എന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ, വായിച്ചു എഴുതിയിട്ടില്ല. പക്ഷെ താഴേക്ക് വരുന്ന പദങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്തു, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണവന്റെ മേൽ പതിഞ്ഞു. എന്നാൽ അടുത്ത വാക്യത്തിൽ, ഇന്നു നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. സംവത്സരങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകനിൽ കൂടെ എഴുതപ്പെട്ട യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചന ശബ്ദം, യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, സംവത്സരങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മ നിയോഗത്താൽ യെശയ്യാ എഴുതി വച്ചിരിക്കുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ഒരാൾ വരുന്നു, പീഡിതരെ വിടുവിച്ചയപ്പാൻ ഒരാൾ വരുന്നു, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ ഒരാൾ വരുന്നു, ദൈവത്തിന്റെ പ്രസാദ വർഷം ഇറങ്ങി വരുന്നു. യേശു ഈ തിരുവെഴുത്ത് വായിച്ചിട്ട് പറയുകയാണ്, അന്ന് സംസാരിച്ച ഈ തിരുവെഴുത്തിന് ഇപ്പോൾ നിവർത്തി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതായത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനാണ് യെശയ്യാ പ്രവാചകൻ സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഹല്ലേലൂയ ആത്മനിയോഗത്താൽ എഴുതി വച്ചിരിക്കുന്ന പുരുഷനെന്ന് തന്നിൽ കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ കർത്താവ് ഹല്ലേലൂയ സംസാരിക്കുന്ന ഭാഗത്ത് ഹല്ലേലൂയ അവന്റെ വാക്കുകളൊക്കെ ലാവണ്യ വാക്കുകളാണെന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടമാണ്. എന്നാൽ പെട്ടെന്ന് നയമാനെ കുറിച്ചുള്ള ചിന്തയും ഹല്ലേലൂയ സരാഫാത്തിലെ വിധവയെ കുറിച്ചുള്ള ചിന്തയും ദൈവത്തിനൊരു തെരഞ്ഞെടുപ്പുണ്ടെന്നുള്ള വിഷയമൊക്കെ വന്നപ്പോൾ ജാതീയമായ രീതിയിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വർഗത്തിന്റെ ബേസിലല്ല, യഹൂദന്മാർക്ക് മാത്രമല്ല ഹല്ലേലൂയ ഒരു തെരഞ്ഞെടുപ്പ് മറ്റുള്ളവർക്ക് ഉണ്ടെന്നുള്ള ചിന്ത കർത്താവ് അവർക്ക് കൈമാറിയപ്പോൾ ആ ലാവണ്യ വാക്കുകൾ പറഞ്ഞവർ തന്നെ അവനെതിരെ പല്ല് കടിക്കാനായി തുടങ്ങി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചന ശബ്ദം യേശു കർത്താവിൽ നിവർത്തീകരിക്കുകയാണ് ലൂക്കോസ് വിശേഷത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ പരിശുദ്ധാത്മ നിയോഗം അനുസരിച്ചാണ് ഒരുവൻ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മ നിയോഗത്തിലാണ് ഈ ദൂതുകളെ എഴുതപ്പെടുന്നത്. പരിശുദ്ധാത്മ നിയോഗം അനുസരിച്ചാണ് അവർ എഴുതിയിരുന്നത്. നമുക്കറിയാം, അനേക അഭിഷക്തന്മാരെ പരിശുദ്ധാത്മ തിരഞ്ഞെടുക്കുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊരാളാണ് ഇരമ്യാ പ്രവാചകൻ. ഇരമ്യാ പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഇരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ ആരാണ്? ഒരു ബാലനാണ് എന്ന് കർത്താവിനോട് പറയുന്നുണ്ട്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ ഞാൻ നിന്നെ അറിഞ്ഞു. ബൈബിളിൽ 28% പ്രവചന പുസ്തകങ്ങളാണ്. 28% പ്രവചന പുസ്തകങ്ങളാണ്. അത് 4 വലിയ പ്രവാചകന്മാരും 12 ചെറിയ പ്രവാചകന്മാരും അടങ്ങിയ ഹല്ലേലൂയ പ്രവചന പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. 28% പ്രവചനങ്ങൾ തന്നെയാണ്. ഇതിൽ 2000-ഓളം തവണ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് എന്തെന്നാൽ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. 2000-ഓളം പ്രാവശ്യം. ഇത് പറയാനുള്ള കാരണം അവരുടെ മാനുഷികമായ ചിന്തകളിൽ നിന്ന് വന്ന ശബ്ദമോ ദൂതുകളോ അല്ല ഇത് ഉറപ്പിക്കേണ്ടതിന് വേണ്ടിയും ദൈവം അവരോട് നിശ്ചയമായി സംസാരിച്ചിരിക്കുന്നത് ജനം അറിയേണ്ടതിന് വേണ്ടിയും അവർ ഓരോ തവണയും പറയും, യഹോവയായ ദൈവം അരുളി ചെയ്തതെന്നാൽ. അങ്ങനെ 2000 തവണ പ്രവചന പുസ്തകങ്ങളിൽ ഈ പദം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാണ് ഇരമ്യാവ്. ഇരമ്യാവ് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. നീ ജനിച്ച് കുറച്ചു വർഷങ്ങൾ ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ചതിന് ശേഷം നീ
ചിന്തിച്ചല്ലേ, അത് ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന് നടുവിൽ വസിക്കുന്നെന്ന് ഒരുവൻ നിലവിളിച്ചപ്പോൾ തന്റെ യാഗപീഠത്തിൽ നിന്ന് ഒരു ദൈവത്തിന്റെ ദൂതൻ ഒരു പൊടിൽ കൊണ്ടുവന്ന് അവന്റെ അധരങ്ങളെ ശുദ്ധീകരിച്ചു. ഇപ്പോൾ നീ ശുദ്ധിയുള്ളവനായി മാറിയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് കുളിച്ച് ശുദ്ധീകരിച്ച് നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് നല്ല രീതിയിൽ ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ മാത്രമല്ല ശുദ്ധീകരണം വെളിപ്പെടുന്നത്. കർത്താവിന് നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയും. എത്ര വിശ്വസിക്കുന്നുണ്ട്? ആത്മാവിന്റെ ശക്തിയാലും ദൈവവചനത്താലും നമുക്ക് കഴുകപ്പെടാൻ കഴിയും. യേശു കർത്താവിന്റെ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ യെശയ്യാവിന്റെ അധരങ്ങൾ ശുദ്ധിയുള്ളതായി തീർന്നു. നീ സമ്മതിച്ചല്ലോ, നീ വസിക്കുന്നത് ശുദ്ധിയില്ലാത്ത ജനത്തിന് നടുവിലാണെന്ന്. പക്ഷേ ഞാൻ നിന്നെ അനാഥനായി വിടാൻ താല്പര്യപ്പെടുന്നില്ല. യാഗപീഠത്തിൽ നിന്ന് ദൂതനെ അയച്ച് അവന്റെ അധരങ്ങളെ ശുദ്ധീകരിച്ചു. അവന്റെ പ്രവചന ശബ്ദം മാറി തുടങ്ങി, അധികാരം ലഭിക്കുവാൻ തുടങ്ങി, അഭിഷേകത്തിന്റെ ശബ്ദം തുടർന്ന് നാവിൽ വരുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനെ 5 അധ്യായങ്ങളെക്കാൾ അമിതമായി 6ാമത്തെ അധ്യായം മുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇരമ്യാ പ്രവാചകനെ അങ്ങനെ കർത്താവ് ഉപയോഗിക്കുകയാണ്. ഇരമ്യാ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നിന്നെ ശുദ്ധീകരിച്ചിട്ട് ഞാൻ നിന്റെ മേൽ ദൂത് പകരാമെന്നല്ല, അല്ലെങ്കിൽ നീ വളർന്നു കഴിയുമ്പോൾ ഞാൻ നിന്നെ വിശുദ്ധീകരിക്കാമെന്നല്ല. നിന്റെ തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ്? നിന്റെ ഗർഭപാത്രത്തിൽ നീ പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയോടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നതായി പോയി ബന്ധക്കോസിനായി പോയി ചിന്തിക്കരുത്. ഉദരത്തിൽ ഉരുവാകുമ്പോഴേ അറിഞ്ഞൊരു കർത്താവ് നിമിത്തമാണ് ഇന്ന് രാത്രി ഈ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു. ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവനെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചതിന് ശേഷം ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നിന്റെ എന്തെങ്കിലും കഴിവ് കൊണ്ടല്ല, നിന്റെ വിശുദ്ധി കൊണ്ടല്ല. നിന്നെ അറിഞ്ഞതിന് ശേഷം, നീ ഉരുവായപ്പോഴേ അറിഞ്ഞതിന് ശേഷം, നീ പുറത്തു വരുന്നതിന് മുമ്പേ നിന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അത് നമുക്ക് പറയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയത്തില്ല. MDU പഠിച്ചവരോ BTH പഠിച്ചവരോ മാത്രമാണോ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവർ? അല്ലേ, അല്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരും അവൻ ചിലരെ ഇടയന്മാരും അവൻ ചിലരെ ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ പാസ്റ്റർ അല്ല, അപ്പോയിന്റ് ചെയ്യുന്നത് ഓവർസിയർ അല്ല, അപ്പോയിന്റ് ചെയ്യുന്നത് ഏതെങ്കിലും സഭയല്ല. ഒരുവൻ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോസ്തലനായി, പ്രവാചകനായി, ഉപദേഷ്ടാവായി, ഇടയനായി ഒരുവൻ ദൈവസഭയിൽ അപ്പോയിന്റ്മെന്റ് നടത്തുന്നു. നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? ചെറുതായിട്ട് നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്തു പ്രവാചകൻ. ആ വാക്യം വായിച്ച് നിർത്താൻ പോകുക. എന്നാൽ അപ്പോൾ അവൻ പറഞ്ഞ് ശ്രദ്ധിക്കുക, യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ. അതിന് യഹോവ, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ സംസാരിക്കുകയും വേണം. പ്രവാചകനായിരിക്കുന്ന ഒരുവന്റെ നാവിൽ അവന്റെ ഇഷ്ടങ്ങളോ അവന്റെ പദ്ധതികളോ അവന്റെ ആലോചനകളോ അവന്റെ തീരുമാനങ്ങളോ നിയോഗങ്ങളോ അല്ല വരുന്നത്. ഒരുവൻ പിന്നിൽ നിന്ന് കൽപ്പിക്കുന്നുണ്ട്. കൽപ്പിക്കുന്നവന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് അധരങ്ങളെ തുറക്കുന്നവനാണ് ദൈവത്തിന്റെ പ്രവാചകൻ. ദൈവത്തിന്റെ പ്രവാചകനാണ് താല്പര്യമുണ്ടോ? ദൈവം സംസാരിക്കുന്നത് സംസാരിക്കുവാൻ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽക്കുകയാണ്. നീ അവനെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. പിന്നെ യഹോവ കൈ നീട്ടി അവന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നു
തൊട്ടു? അവന്റെ വായെ തൊട്ടു. എന്നിട്ട് എന്താ പറഞ്ഞതാ? അയച്ചു. നിന്റെ വായിൽ വചനങ്ങളെ തന്നിരിക്കുന്നു. വചനം നിന്റെ വായിലും നിന്റെ സമീപത്തും ഇരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വചനത്തിന്റെ സമീപത്ത്, വചനം നിന്റെ വായിലുണ്ടായിരിക്കണം. ഈ വചനം ആരാ തരുന്നത്? യിരെമ്യാ പ്രവാചകന്റെ വചനം വായിൽ കൊടുത്തത് ദൈവമാണ്. ഹല്ലേലൂയ. അവന്റെ വായെ തൊട്ടു. ഹല്ലേലൂയ. അവന്റെ വായിൽ വചനത്തെ കൊടുത്തു. അടുത്ത നമ്മൾ വായിച്ച് ആരാധിക്കാൻ പോകുക. നോക്കുക. നിന്റെ വായെ എന്റെ കൈ നീട്ടി തൊട്ടെങ്കിൽ, നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തന്നെങ്കിൽ, ഇനിയുള്ള ശ്രദ്ധിക്കുക, നിന്നെ ആരാധിക്കാൻ പോവുകയാണ്. നിന്റെ വായെ എന്റെ കൈ തൊട്ടെങ്കിൽ, ഈ മനുഷ്യൻ പറഞ്ഞ ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ്, ബാലനാണെന്ന് എനിക്ക് തോന്നുന്നു, ചെറുപ്പത്തിൽ വിളിച്ച ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അദ്ദേഹത്തിന്റെ താഴ്മ കൊണ്ട് അറിവിൽ ഞാൻ ബാലനാണ്, അല്ലെങ്കിൽ ശുശ്രൂഷയിൽ ബാലനാണ് പറഞ്ഞത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഈ ബാലൻ എന്നെ പറയരുത്. ഹല്ലേലൂയ. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പക്ഷെ നിനക്ക് നിന്റെ അധരങ്ങളെ ഞാൻ തൊടാൻ പോവുകയാണ്. നിന്റെ വായിൽ എന്റെ വചനത്തെ തരാൻ പോവുകയാണ്. നീ അത് സംസാരിച്ചാൽ മതി. പക്ഷെ നീ വായിൽ നിന്റെ വചനത്തെ തന്നു കഴിയുമ്പോൾ, നിന്റെ അധരങ്ങളെ ഞാൻ തൊട്ട് കഴിയുമ്പോൾ നിനക്കൊരു മാറ്റം സംഭവിക്കും. അതാ താഴെയിരിക്കുന്നത്. നിർമൂലമാക്കാൻ, പൊളിപ്പാൻ, നശിപ്പിപ്പാൻ, ഇടിച്ചു കളവാൻ, പണിവാൻ, നടുവാൻ ഞാൻ നിന്റെ ജാതികളെ രാജ്യങ്ങളുടെ മേൽ ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. ദിവസത്തിൽ എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ അധരങ്ങളെ തൊട്ടാൽ, കർത്താവ് നമ്മുടെ വായിൽ വചനങ്ങളെ തന്നാൽ, പരിശുദ്ധാത്മാവിന്റെ നിയോഗം നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ, ഹല്ലേലൂയ, ചിലത് നിർമൂലമാക്കാനുള്ള അധികാരം, ചിലത് പണിയുവാനുള്ള അധികാരം, ചിലത് നശിപ്പിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് പകരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളിൽ സ്വയമായി സംസാരിക്കാതെ പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടുകൾ ഇറങ്ങി വരട്ടെ. ദൈവസഭയുടെ അധരങ്ങളെ, ഹല്ലേലൂയ, ദൈവസഭയുടെ അധരങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ. വിശ്വസിച്ച് വേദനകളെ നിന്റെ പ്രാർത്ഥന സ്വാഭാവികമായ ഒരു പ്രാർത്ഥനയായി മാറരുത്. കേവലം ജൽപ്പനങ്ങളായി മാറരുത്. നിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി മാറരുത്. നിന്റെ അധരങ്ങളെ കർത്താവ് തരണം. നിന്റെ വായിൽ അഭിഷേകത്തിന്റെ ശബ്ദം ദൈവം തരണം. നിന്റെ വായിൽ വചനങ്ങളെ ദൈവം വെളിപ്പെടുത്തണം. നിന്റെ ബലഹീനതകളെ ദൈവം മാറ്റണം. ഒരു അധികാരം നിന്റെ മേൽ ദൈവം പകരണം. ദൈവസഭയിലുള്ളവരെ പരിശുദ്ധാത്മാവിനകത്ത് തൊടട്ടെ. നിർമൂലമാക്കാനുള്ള അധികാരം, പണിയാനുള്ള അധികാരം, ഇടിച്ചു കളയുവാനുള്ള അധികാരം, ജാതികളുടെ മേലുള്ള അധികാരം ദൈവസഭയ്ക്ക് രാത്രി ഫലിപ്പാൻ. ഹല്ലേലൂയ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദൈവമേ, നിന്റെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറട്ടെ. ആരാധനയുടെ രീതി ഒന്ന് മാറട്ടെ. വ്യക്തിപരമായ ഹല്ലേലൂയ ദൈവത്തോടുള്ള ബന്ധം ഒന്ന് മാറട്ടെ. നിന്റെ വായിൽ വാക്കുകളെ പരിശുദ്ധാത്മാവ് നൽകട്ടെ. നിന്റെ അധരങ്ങളെ ദൈവം ഏറ്റെടുക്കട്ടെ. പ്രവചന ശബ്ദങ്ങൾ നിന്റെ അകത്ത് തരട്ടെ. അധികാരത്തിന്റെ വാക്കുകൾ നിന്റെ അകത്ത് ദൈവം തരട്ടെ. ചിലതിനെ മെതിച്ചു കളയുവാൻ, ചിലതിനെ നിർമൂലമാക്കുവാൻ, വിരോധമായി നിൽക്കുന്ന ചിലതിനെ തകർത്ത് കളയുവാൻ, ശരൂബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേത്, ഞാൻ അതിനെ സമഭൂമിയാക്കി മാറ്റി. ശൈലത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. ഓ റബദഗദഗദഗ ശബ്ദഗദഗദഗസി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുകയാണ്. നാം ശാന്തമായി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മ നിയോഗമുള്ള ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എഴുതുവാൻ, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് പറയുവാൻ, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിപ്പാൻ. ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ട് പാടുന്നത്